Good morning, ma'am. Good morning, all. Good morning, Good ma'am. morning. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? എന്താണ് ഒന്നും പറയാത്തെ? സമയം കിട്ടിയില്ലേ? നോക്കി. ക്ലിയർ ആണോ? മിസ് അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ? JCA സ്റ്റാൻഡേർഡ്സ് കഴിഞ്ഞിട്ട് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് അല്ലെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ? അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലെ? എന്താണ് നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്താണ് JCAയുടെ സ്റ്റാൻഡേർഡ്സിന്റെ കോപ്പി എടുക്കുന്നുണ്ട് അല്ലെ? എന്താണ് JCA സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാം അല്ലെ? JCA സ്റ്റാൻഡേർഡ്സിന്റെ കോപ്പി എടുത്തിട്ട് എന്താണ് ആ ഒരു ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണോ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി തയ്യാറാകുന്നത് അതെന്താ അവര് JCAയുടെ സ്റ്റാൻഡേർഡ്സിന്റെ കോപ്പി എടുത്തിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ? നമുക്ക് എന്താണ് അവിടെ കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ? ഒരുപാട് ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവര് പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവരങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം JCAയുടെ സ്റ്റാൻഡേർഡ്സുകൾ അവിടെ ഓക്കെ ആക്കിയതിന് ശേഷം അവരെന്താണ് ഒരു ട്രയൽ സർവേ നടത്തുന്നു അല്ലെ? ട്രയൽ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും വിടവുകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെ? അപ്പൊ ആ ഒരു ട്രയൽ സർവേയിൽ പങ്കെടുത്ത് അപ്പൊ അവരെന്തെങ്കിലും പോരായ്മകൾ കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അത് നികത്തുന്നു അല്ലെ? ആ പോരായ്മകൾ അവർ നികത്തിയതിന് ശേഷം എന്താണ് JCAയുടെ അക്രഡിറ്റേഷൻ സർവേ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതിനുള്ള എന്താണ് ഡേറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അല്ലെ? അപ്ലിക്കേഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂറിംഗ് ദ ഫുൾ സർവേ ദ JCA സർവേസ് ലുക്ക് ബാക്ക് ഓവർ ദ 4-month period prior to the start of the survey in order to judge performance over an adequate amount of time അല്ലെ? അവരെന്താണ് JCAയുടെ സർവേസ് വന്നിട്ട് ഓൺ സൈറ്റ് സർവേ ആണ് അല്ലെ ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ സർവേയേഴ്സ് ഹോസ്പിറ്റലില് സർവേ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സർവേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ മാർച്ചിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് മുമ്പത്തെ 4 മാസത്തെ ടൈമില്ലേ? ആ 4 മാസം അതിന് മുമ്പത്തെ 4 മാസ കാലയളവിലെ പ്രവർത്തനങ്ങൾ കൂടി ആര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ JCA സർവേയേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സർവേ എന്താണ്? സമ്പൂർണ്ണ സർവേക്ക് മുമ്പ് ഫുൾ സർവേ ആ ഒരു സമ്പൂർണ്ണ സർവേക്ക് ഇതേ മതിയായ സമയത്തിനുള്ള ആ ഒരു ഹോസ്പിറ്റലുകാരുടെ പ്രവർത്തനങ്ങള് പെർഫോമൻസ് വിലയിരുത്തുന്നതിനായിട്ട് സർവേ ആരംഭിക്കുന്നതിന് മുമ്പുള്ള 4 മാസ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ കൂടി ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് following the survey the organization may need to carry out some follow up activities അല്ലെ? എന്താണ് ആ ഒരു സർവേ തുടർന്ന് ഓർഗനൈസേഷൻ ചിലപ്പോൾ എന്താണ് നമ്മുടെ സർവേസ് കുറച്ച് ഫോളോ അപ്പുകൾ കൊടുക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടി അല്ലെ? കുറച്ചും കൂടി
നല്ല മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, സർവേയെ തുടർന്ന് ഓർഗനൈസേഷൻ ചില ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നടത്തേണ്ടി വരും അല്ലെ. ചിലപ്പോ എന്താണ്, ഇപ്പൊ നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ നികത്തിയാലും ചില മൈനർ ആയിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഒക്കെ, ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ എന്താണ്, നമ്മുടെ സർവേയേഴ്സ് ആ ഒരു സർവേ നടത്തിയതിന് ശേഷം ഈ ഹോസ്പിറ്റലുകാരെ പിന്തുടരേണ്ട കുറച്ച്, അവർ മാറ്റേണ്ട കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നടത്തേണ്ടി വന്നേക്കാം ചിലപ്പോൾ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത്, following the end of the survey the JCI decision on accreditation will be given അല്ലെ. JCIക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് IEEയുടെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, ISQUAയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് JCIക്ക് കേട്ടോ. രണ്ടും അക്രഡിറ്റേഷൻ ബോഡികൾക്ക്, സ്റ്റാൻഡേർഡ് നൽകുന്ന അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് IEEയും ISQUAയും. ഓക്കെയാണോ? അപ്പൊ നമ്മുടെ JCIക്ക് ISQUAന്റെയും IEEന്റെയും അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഒരു സർവേയെ തുടർന്ന് അല്ലെ, അറ്റ് ദ എൻഡ് ഓഫ് ദി സർവേ, ഈ സർവേയുടെ അവസാനം നമ്മുടെ സർവേയേഴ്സ് തീരുമാനം എടുക്കുകയാണ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, നമുക്ക് ഒരു JCIയുടെ അക്രഡിറ്റേഷൻ നടത്തുന്ന നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം പ്ലാൻ ചെയ്യും അല്ലെ, ആണോ? പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? നടപ്പിലാക്കും അല്ലെ. അത് പ്രാവർത്തികമാക്കോ? ആ പ്ലാൻ പ്രാവർത്തികമാക്കും. ആണോ? ആണ്. അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യോ? നമ്മ പ്ലാൻ ചെയ്ത കാര്യങ്ങള് നമ്മ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ, അല്ലെങ്കിൽ നമ്മ അത് മുഴുവൻ പ്രവർത്തനങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യില്ലേ? ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ 3 ഫേസ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്ലാൻ, രണ്ടാമത് ആ ഒരു പ്ലാന് ഡു ചെയ്യുക അല്ലെ, നടപ്പിലാക്കുക, അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ചെക്ക് ആൻഡ് ആക്ട്, അത് പരിശോധിക്കുകയും ആക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ, പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ പ്ലാനിൽ തന്നെ 3 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഇനീഷ്യേറ്റ് അല്ലെ, നമ്മൾ എന്താണ്? തുടക്കം കുറിക്കണം അല്ലെ. എന്ത് കാര്യത്തിനും ഒരു ഇനീഷ്യേഷൻ വേണ്ടേ? തുടക്കം കുറിക്കണം അല്ലെ, സ്റ്റാർട്ട് വേണം അല്ലെ. അപ്പൊ ആ ഒരു പ്ലാനില് ഫസ്റ്റ് സ്റ്റാർട്ട്, ഇനീഷ്യേറ്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രെയിനിങ് ആൻഡ് അവയർനെസ്. പ്ലാനിൽ തന്നെ വരുന്ന 3 ഘട്ടങ്ങൾ, സ്റ്റെപ്പാണ് ഇനീഷ്യേറ്റ്, ട്രെയിനിങ് ആൻഡ് അവയർനെസ്. മൂന്നാമത്തത് ഡോക്യുമെന്റേഷൻ അല്ലെ. ഇനീഷ്യേറ്റിൽ ഫസ്റ്റ് അതിൽ എന്തൊക്കെ ടാസ്കുകളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ഫസ്റ്റ് എന്താണ്? കൺസൾട്ട് ഗ്യാപ്പ് അനാലിസിസ് അല്ലെ. എന്താണ് നമ്മ പറഞ്ഞു? ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാർട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അക്രഡിറ്റേഷൻ പ്രോസസ്സിലെ JCIയുടെ മാനദണ്ഡങ്ങളുടെ കോപ്പി എടുക്കുന്നു അല്ലെ. കോപ്പി എടുത്തിട്ട് ഹോസ്പിറ്റലുകാര് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു അല്ലെ. ആണോ? ആണോ? എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഒരു JCIയുടെ ഒരു ട്രയൽ സർവേയിൽ പങ്കെടുക്കുന്നു അല്ലെ. ട്രയൽ സർവേയിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് അവരെന്താണ്? കൺസൾട്ട് ഗ്യാപ്പ് അനാലിസിസ് ഇനീഷ്യേറ്റ് തുടങ്ങിയതിന് ശേഷം അവരെന്താണ്? അവരെ ഗ്യാപ്പ് അനലൈസ് ചെയ്യാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലില് JCIയുടെ സ്റ്റാൻഡേർഡുകള് പ്രാവർത്തികമാക്കിയതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് അവരെ കൺസൾട്ട് ചെയ്യുന്നു, വിലയിരുത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ്സ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ് അല്ലെ. എന്താണ് JCAന്റെ സ്റ്റാൻഡേർഡ്? അവിടെ എന്തായാലും ക്രോസ് റെഫറൻസ് ചെയ്യാണ് അല്ലെ. ക്രോസ് റെഫറൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഏരിയാസിലാക്കും അല്ലെ. നമ്മ പറഞ്ഞു JCA സ്റ്റാൻഡേർഡ് നമ്മ ഒരു ഏരിയയിൽ മാത്രം ബന്ധപ്പെടുത്തിയാണോ ഉള്ളത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണോ? അല്ല അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സെക്ഷനിലും ഉണ്ടോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ANDE അല്ലെ, കാഷ്വാലിറ്റി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഇല്ലേ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട്, വെന്റിലേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ JCA സ്റ്റാൻഡേർഡ്സുകൾ? ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? JCA സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് JCA സ്റ്റാൻഡേർഡ്സ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ് അല്ലെ. എന്താണ്? JCA സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിനു വേണ്ട നടപടികളെ വികസനങ്ങള് വരുത്തുന്നു. ഓക്കെയാണോ? ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെയാണോ? JCA സ്റ്റാൻഡേർഡ് വെച്ചിങ്ങാനിട്ട് എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് JCA സ്റ്റാൻഡേർഡ്സുകൾ നടപ്പിലാക്കുന്നു. ഓക്കെയാണോ? അതാണ് ഇനീഷ്യേറ്റീവ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? അവയർനെസ് ട്രെയിനിങ് ഫോർ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCA. JCAയില് കീ പ്രോസസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JCAയുടെ പ്രവർത്തനങ്ങള് മുൻകൂട്ടി കാണുകയും ആ JCAയുടെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സൺസ്, ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുമല്ലോ. ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്താണ് JCAയുടെ പ്രവർത്തനങ്ങള് മുൻകൂട്ടി കാണുകയും JCAയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിലെ പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ കുറച്ച് പേഴ്സൺസ്, ഒരു കൂട്ടം പേഴ്സൺസ് ചേരുന്ന ആളുകളാണ് കീ പ്രോസസ് ഓണേഴ്സ്. എന്താണ്? ചിലപ്പോ ആരായിരിക്കാം? HRM ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഹെഡ് ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ കൂടി ചേരുന്ന കുറച്ചൊരു ടീം ഉണ്ടാവുമല്ലോ JCAയുടെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഉണ്ടോ? ഉണ്ട് അല്ലെ. നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ് പഠിച്ചില്ലേ? ക്വാളിറ്റി മാനേജർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? അപ്പൊ അവരൊരു ടീമില്ലേ? ഒരു ടീം ആളുകളല്ലേ? ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിലെ മുതിർന്ന ആളുകളൊക്കെ കൂടുന്ന ഒരു കമ്മിറ്റി ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കീ പ്രോസസ് ഓണേഴ്സിന് എന്താണ് അവയർനെസ് കൊടുക്കണ്ടേ? JCAയുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് അല്ലെ, അവര് സർവേ എങ്ങനെയാണ് നടത്തുന്നത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുക്കണോ അതിലും ഉൾപ്പെടുന്ന വ്യക്തികൾക്ക്, പേഴ്സൺസിന് കൊടുക്കണം. അപ്പൊ അതാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ്? ട്രെയിനിങ് ആൻഡ് അവയർനെസ് കേട്ടോ. അവയർനെസ് ട്രെയിനിങ് ഫോർ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCA അല്ലേ. ഇപ്പൊ നമുക്കറിയാം എന്താണ് നമ്മൾ JCAയുടെ സ്റ്റാൻഡേർഡ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരണം, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ കൊണ്ടുവരണം അല്ലെ, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റില് എന്താണ് IPDയില്, OPDയില്, ഫാർമസിയിലൊക്കെ കൊണ്ടുവരണോ. അപ്പൊ അതൊക്കെ അവിടെ പ്രാവർത്തികമാക്കണമെങ്കിൽ അവിടുത്തെ ഹെഡിന് ഇതിനുള്ള കുറിച്ചുള്ള ഒരു അറിവ് വേണോ? JCAയുടെ സ്റ്റാൻഡേർഡ് എന്താണ് അല്ലെ, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ JCA എന്തൊക്കെ കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് ഒരു ഐഡിയ വേണോ? വേണം. അപ്പൊ അങ്ങനെയുള്ള കീ പ്രോസസ് ഓണേഴ്സ് ഈ JCAയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി കാണുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് JCAയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് കൊടുക്കുക, അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡോക്യുമെന്റേഷൻ അല്ലെ. എന്താണ്? നമുക്ക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പല ഡോക്യുമെന്റ്സുകൾ വേണം അല്ലെ, റെക്കോർഡുകൾ വേണം വേണ്ടേ?
ഇൻസിഡന്റ് റെക്കോർഡുകൾ, പേഷ്യന്റ് സേഫ്റ്റി റെക്കോർഡുകൾ അല്ലെ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് വേണ്ടേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഡാറ്റ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഡാറ്റ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഡോക്യുമെന്റേഷൻസ്. കൂടാതെ എന്താണ് ഡിസൈൻ ആൻഡ് റിവ്യൂ JCI ഫ്രെയിംവർക്ക് ആൻഡ് ഓൾ റിക്വയർഡ് ലെവൽസ് ഓഫ് ഡോക്യുമെന്റേഷൻ അല്ലെ. എന്താണ് JCIയുടെ ഫ്രെയിംവർക്ക് അവരെന്താണ് രൂപകൽപ്പന ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്യില്ലേ. JCIയുടെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാല് എന്താണ്, ഫ്രെയിംവർക്ക് ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി JCI. എന്താണ് JCI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡുകളും ഇല്ലേ JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡുകള്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് അവർക്ക് എങ്ങനെ കൊണ്ടുവരാം, ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡ് ലൈൻ ഉണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി അവരതിനു വേണ്ട ഫ്രെയിംവർക്കുകൾ ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്യാം. കൂടാതെ ഓൾ റിക്വയർഡ് ലെവൽ ഓഫ് ഡോക്യുമെന്റേഷൻസ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വരുമ്പോൾ പല മാനുവൽസ് കാണിക്കേണ്ടി വരും അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മാനുവൽസ്, ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽസ് വേണ്ടോ, വേണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അതിന് ആ ഒരു JCIയുടെ അക്രഡിറ്റേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള രേഖകള് അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ ആണോ? പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫുൾ സെറ്റ് ഓഫ് documentation which covers JCI requirements അല്ലെ. എന്താണ് JCIക്ക് അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസ് അല്ലെ. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവോ? നമ്മുടെ ഓർഗനൈസേഷന്റെ ഹോസ്പിറ്റലിലെ നയങ്ങളും നടപടിക്രമങ്ങളും എന്താണെന്ന് കാണിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടോ, രജിസ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താണ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ഉണ്ടോ? ഹോസ്പിറ്റലില് ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെ. സ്റ്റാഫ് കോമ്പിറ്റൻസി റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. സ്റ്റാഫിന്റെ കഴിവുകൾ തെളിയിക്കുന്ന അല്ലെ, അവരുമായി ബന്ധപ്പെട്ട രേഖകളില്ലേ, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് അല്ലെ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള റെക്കോർഡ്സുകളില്ലേ, സ്റ്റാഫ് കോമ്പിറ്റൻസി റെക്കോർഡ്സുകള്, പേഷ്യന്റ് റെക്കോർഡ്സുകൾ അല്ലെ. പിന്നെ നമ്മ എന്താണ് അക്രഡിറ്റേഷൻ പ്രോസസ്സ് പഠിച്ചു അല്ലെ. എന്താണ് ഹോസ്പിറ്റലില് ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെ. ആണോ? ആണ്. അപ്പൊ ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടോ? അതിന് റെക്കോർഡ് ഉണ്ടോ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഡാറ്റ റെക്കോർഡ് ഉണ്ടോ? ഫെസിലിറ്റി ഡോക്യുമെന്റേഷൻ ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അതൊക്കെ കാണിക്കുന്ന ഡോക്യുമെന്റേഷൻസ് റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ. ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളും ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണ്ടേ JCIയുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും ആവശ്യമാണ് അല്ലെ, റെക്കോർഡുകളും ആവശ്യമാണ് അല്ലെ. നമ്മുടെ എന്താണ് അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രേഖകള് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട രേഖകള്, കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, ഇതൊക്കെ വേണ്ടേ? വേണോ? വേണം അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള, അത് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അവിടെ പ്രിപ്പയർ തയ്യാറാക്കുക. അതൊക്കെയാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് വരുന്നത് എന്താണ്, ഇനീഷ്യേറ്റ് അല്ലെ, തുടക്കം കുറിക്കുക. അപ്പൊ അവർ ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മുടെ അതൊക്കെ ആ ഒരു ഗ്യാപ്പുകളൊക്കെ നികത്തിയതിന് ശേഷം JCI സ്റ്റാൻഡേർഡുമായിട്ട് ക്രോസ് റെഫറൻസ് ചെയ്യുക അല്ലെ, ക്രോസ് മാച്ച് ചെയ്യുക.
രണ്ടാമത് വരുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രധാന വ്യക്തികൾക്ക് അല്ലെ നമ്മുടെ ജെസിഎ അക്രഡിറ്റേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുകയും അത് മുൻകൂട്ടി കാണുകയും ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽസിന് എന്താണ് നമ്മുടെ ജെസിഎയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങളും അവബോധങ്ങളും അവയർനെസ്സുകളും നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ജെസിഎക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ഡോക്യുമെന്റേഷൻസ് പ്രിപ്പയർ ചെയ്യുക അല്ലെ ഡിസൈൻ ചെയ്യുകയും ജെസിഎ പറയുന്ന മാനദണ്ഡങ്ങളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും അവിടെ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് എന്താണ്? ജെസിഎയുടെ ആ ഒരു അക്രഡിറ്റേഷൻ കവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അവിടെ തയ്യാറാക്കുക. ഓക്കെ ആണോ അത് പ്ലാനില്? നെക്സ്റ്റ് പറയുന്നത് ഡു അല്ലെ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റേഷൻ അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസ് ബ്രീഫിംഗ് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജെസിഎയുടെ സ്റ്റാൻഡേർഡ്സുകള് ജെസിഎ പറയുന്ന മാർഗനിർദ്ദേശങ്ങള് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അതിനുവേണ്ട ഇൻഫർമേഷനും സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? ജെസിഎയുടെ മാർഗനിർദ്ദേശങ്ങളും ജെസിഎയുടെ മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സുകളും ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ട അസിസ്റ്റൻസ് അല്ലെ എന്താണ് ഹെൽപ്പ് എംപ്ലോയീസിന് നൽകുക. കൂടാതെ എംപ്ലോയീസിന് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് അപ്ഡേറ്റ് ജെസിഎ രജിസ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് റെക്കോർഡ്സ് അല്ലെ എന്താണ് ജെസിഎയുടെ രജിസ്റ്റേഴ്സ് അപ്ഡേറ്റ് പുതുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ചെയ്യാൻ അപ്പൊ ഡു ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞു അല്ലെ ഇംപ്ലിമെന്റേഷനിൽ എന്താണ് റെക്കോർഡ്സുകൾ തയ്യാറാക്കി അവരെല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കി അല്ലെ. നെക്സ്റ്റ് ചെക്ക് ആൻഡ് ഓഡിറ്റ് അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ചെയ്ത കാര്യങ്ങൾ അവരൊന്ന് വിലയിരുത്തോ? നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ആൻഡ് ആക്ട് ഓഡിറ്റ് ആൻഡ് MRM അല്ലെ ഓഡിറ്റ് എടുത്ത അതല്ലെങ്കിൽ ഓഡിറ്റും പിന്നെന്താണ് MRM എന്ന് പറയുന്നത് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് കേട്ടോ. MRM എന്താണെന്ന് പറഞ്ഞുതരാം മിസ്. മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ഫസ്റ്റ് JCI ഇന്റേണൽ ഓഡിറ്റ് അല്ലെ എന്താണ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം എന്താണ് നമ്മുടെ ജെസിഎയുടെ ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞാല് അതൊരു ഫോർമൽ മീറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ ഔപചാരികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെന്റിൽ ആളുകൾ ഉണ്ടാവുമല്ലോ പ്രധാന വ്യക്തികൾ ഉണ്ടാവും അല്ലെ കീ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെ ആ ടോപ്പ് മാനേജ്മെന്റുകൾ എന്താണ് നമ്മുടെ അവര് ഒന്നിച്ച് കൂടി ആലോചിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ഡിസ്കസ് ചെയ്യാണ് ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദെയർ ക്വാളിറ്റി മാനേജ്മെന്റ് അവര് ജെസിഎയുടെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെന്റിലുള്ള വ്യക്തികൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് അവര് നമ്മുടെ ജെസിഎയുടെ അക്രഡിറ്റേഷൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അതിന്റെ ഇടയിൽ പറഞ്ഞു അല്ലെ ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് അല്ലെ ജെസിഎയുടെ ഫസ്റ്റ് ജെസിഎ ഇന്റേണൽ ഓഡിറ്റ് നടത്തി. നെക്സ്റ്റ് ജെസിഎ സർട്ടിഫിക്കേഷൻ അല്ലെ the above cycle will be prepared twice till final JCA certification audit based on the reviews and requirements അല്ലെ ഇല്ല അവലോകനം നമ്മ മേലെ പറയുന്ന മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ജെസിഎയുടെ സർട്ടിഫിക്കേഷൻ ഓഡിറ്റിംഗ് മുകളിൽ പറഞ്ഞ ക്രമത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്ലാൻ പറഞ്ഞു ഇംപ്ലിമെന്റേഷൻ പറഞ്ഞു പിന്നെ ഓഡിറ്റിംഗ് പറഞ്ഞു അല്ലെ ആ മുകളിൽ പറഞ്ഞ സ്റ്റെപ്പുകൾ 2 തവണ അവര് ആവർത്തിക്കുന്നു. റീസൈക്കിൾ ചെയ്ത് 2 തവണ അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെയുള്ള അവലോകനങ്ങളും
ഇവാലുവേഷൻസും മുകളിൽ പറഞ്ഞ ക്രമത്തിൽ നമ്മ മുകളിൽ ഒരു സൈക്കിള് പോലെ പറഞ്ഞു അല്ലെ, പ്ലാൻ പറഞ്ഞു, പ്ലാനിൽ ഇനീഷ്യേറ്റ് പറഞ്ഞു, ട്രെയിനിങ് പറഞ്ഞു, ഡോക്യുമെന്റേഷൻ പറഞ്ഞു, പിന്നെ ആക്ട് പറഞ്ഞു അല്ലെ, ഇംപ്ലിമെന്റേഷൻ പറഞ്ഞു, ഓഡിറ്റിംഗ് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവലോകനങ്ങളും വിലയിരുത്തലുകളും മുകളിൽ പറഞ്ഞ ക്രമത്തിൽ 2 തവണ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ JCA സർട്ടിഫിക്കേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും മിസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഒന്നുകൂടി. ഇതിലുള്ളതല്ലാണ്ട് പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും നമുക്കൊരു നേർരേഖയാണല്ലേ JCA അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ നാബിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഫോർവേഡ് ആണോ? JCA നമുക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസുകളും സ്റ്റാൻഡേർഡുകളും പറയുന്നില്ലേ മക്കളെ? ഇല്ലേ? ഇന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെന്റേഷൻസ് നമുക്ക് തന്നാൽ മാനദണ്ഡങ്ങളും അതിന് നിർബന്ധമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഇന്നതൊക്കെയാണെന്ന് പറയുന്നുണ്ടോ JCA? ഇല്ലേ? പറയുന്നുണ്ടോ? പറയുന്നുണ്ട് അല്ലെ? പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മിപ്പോ നമ്മുടെ വീടിന് നമുക്ക് സാങ്ഷൻ കിട്ടണം, വീട് പണിയാനായിട്ട് നമുക്ക് സാങ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം അവർ പറഞ്ഞു തരുന്നില്ലേ? ഇന്ന ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സാങ്ഷൻ തരുള്ളൂ എന്ന് പറയുന്നില്ലേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പറയുന്നില്ലേ? ഉണ്ട് അല്ലെ? അതേപോലെ എന്താണ് നമ്മുടെ JCA സ്റ്റാൻഡേർഡ്സ് അക്രഡിറ്റേഷൻ നൽകണമെങ്കിൽ കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും എന്തൊക്കെ രേഖകൾ ഹാജരാക്കണമെന്നും JCA പറയുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ആ ഒരു JCA അപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് നമ്മുടെ ഹോസ്പിറ്റലില് നിലവിലുണ്ടോ അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യണ്ടേ? JCAയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണ്ടേ? വേണോ? വേണം അല്ലെ? അപ്പൊ അവരെന്താണ്, ആ ഒരു ഹോസ്പിറ്റലുകാര് ആദ്യം തന്നെ ഗ്യാപ്പ് അനലൈസ് ചെയ്യുന്നു അല്ലെ? എന്താണ് JCAയുടെ സ്റ്റാൻഡേർഡ്, JCA പറയുന്ന സ്റ്റാൻഡേർഡുകളില് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, പോരായ്മകളുണ്ടോ, എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ നമുക്ക് ഇനിയും തയ്യാറാക്കാനുണ്ടോ അല്ലെ? ഓക്കെയാണോ അത്? അപ്പൊ അവരെന്ത് ചെയ്യുന്ന ആ ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ നികത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറാക്കുന്നു. കൂടാതെ ഹോസ്പിറ്റലിലെ JCA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾക്ക് ആ JCA സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും JCA പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നു. അപ്പൊ പ്ലാൻ ഓക്കെ ആയില്ലേ? പ്ലാൻ ഓക്കെ ആയോ? അത്രയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പറയുന്നത് JCAയുടെ എന്താണ് കാര്യങ്ങൾ അല്ലെ? ആ JCA പറയുന്ന മാനദണ്ഡങ്ങളും അവര് പറയുന്ന ഗൈഡ് ലൈൻസും നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ആ സ്റ്റാഫുകൾക്ക് അതിനുവേണ്ട ട്രെയിനിങ്ങുകളും അതിനുവേണ്ട എന്താണ് ഇൻഫോർമേഷൻസും അതിനുവേണ്ട സഹായങ്ങളും നൽകുന്നു. നെക്സ്റ്റ് JCAക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സും അപ്ഡേറ്റ് ചെയ്യുന്നു. അതാണ് ഇംപ്ലിമെന്റേഷനിൽ പറയുന്നത്. അതൊക്കെ ആയോ? ഫസ്റ്റ് അവര് തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. നെക്സ്റ്റ് അവര് ഇംപ്ലിമെന്റ് ചെയ്തു. ആ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളൊക്കെ അവരൊന്ന് ക്രോസ് മാച്ച് ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി രണ്ടാമത്തേൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. എല്ലാ രജിസ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു, റെക്കോർഡ്സുകൾ കംപ്ലീറ്റ് ചെയ്തു, സ്റ്റാഫുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്സും അതുമായുള്ള സഹായങ്ങളും നൽകി. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അല്ലെ? വന്നപ്പോ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ അവരെല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ JCAയുടെ ഓഡിറ്റ് നടത്താലോ, അക്രഡിറ്റേഷൻ ഓഡിറ്റ് നടത്താലോ.
ഓഡിറ്റ് നടത്തി. ഓഡിറ്റ് നടത്തിയതിന് ശേഷം എന്താണ് നമ്മുടെ JCIയിലെ സർവേയേഴ്സും നമ്മുടെ ടോപ്പ് മാനേജ്മെന്റുമാരും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണ്ടേ എല്ലാ കാര്യങ്ങളും അല്ലെ? JCI പറയുന്ന എല്ലാതും അവിടെ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ? നിങ്ങളുടെ പ്രസന്റ് എന്താണ് സ്റ്റാൻഡ് എന്താണ് അല്ലെ? ആണോ? നിങ്ങൾ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുണ്ടോ അല്ലെ? JCI സർവേയേഴ്സ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ മാനേജ്മെന്റുമായിമാര് മീറ്റിംഗ് കൂടില്ലേ? മാനേജ്മെന്റിൽ ആളുകളുമായിട്ട് മീറ്റിംഗ് കൂടില്ലേ മക്കളെ? അതാണ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്സ്. എന്താണ് ആ JCIയുടെ സർവേയേഴ്സ് അവിടെ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകളുമായിട്ട് ഒരു മീറ്റിംഗ് കൂടി ഡിസ്കസ് ചെയ്യുന്നു. അതൊക്കെയായോ ഓഡിറ്റ് ആൻഡ് MRN. നെക്സ്റ്റ് എന്താണ് ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെന്താണ് ആ ഒരു JCIയുടെ അവലോകനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും 2 തവണ അല്ലെ ചോയ്സ് 2 തവണ എന്താണ് ആവർത്തിച്ചതിന് ശേഷമാണ് അവർ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് JCIയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്താന്ന് വെച്ചാല് അതില് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അല്ലേ എൻഡിങ് ഒന്നുമില്ല അല്ലെ? ജസ്റ്റ് ഒരു വേർഡ് അല്ലെ? ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് എടുത്തോട്ടെ ഇനി മിസ് നെക്സ്റ്റ് എടുത്തോട്ടെ. Okay. Next, SL number 1, steps in the process, time prior to the സർവേ അല്ലെ? എന്താണ് നമുക്ക് അതിനു വേണ്ട സമയങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത്. JCIയുടെ ഓരോ പ്രോസസ്സുകളും പ്രക്രിയകളിലെ ഓരോ സ്റ്റെപ്പുകളും അതിനു വേണ്ട ടൈം കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് obtain JCI manual and begin accreditation process അല്ലെ? നമുക്ക് JCIയുടെ അക്രഡിറ്റേഷന്റെ മാനുവൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനും അതിന്റെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 12 മുതൽ 24 വരെയുമുള്ള മാസങ്ങളാണ് അല്ലെ? അതായത് 1 വർഷം മുതൽ 2 വർഷം ആ ഒരു കാലയളവാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് submit application for survey to JCI and schedule the survey date with JCI. എന്താണ് നമ്മുടെ JCIയുടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യണ്ടേ? നമുക്ക് ഒരു ഡേറ്റ് തരും അല്ലേ? അപ്പൊ ആ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 6 മുതൽ 9 മാസം വരെയാണ് കാലതാമസം ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെയാണോ? ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCI സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് 4 to 6 months. എന്താണ് JCIയുടെ റിസീവ് ആൻഡ് നമുക്ക് റിസീവ് ചെയ്യാനും JCI കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാനും മുഴുവനാകാനും ആ ഒരു ട്രാവൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇതിനു വേണ്ടിയിട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത് 4 to 6 months. നമ്മുടെ JCIയുടെ സർവേ കോൺട്രാക്ട് നമുക്ക് ആ ഒരു സർവേ കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്ട് കിട്ടണമല്ലോ, അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണമല്ലോ. ആ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കോൺട്രാക്റ്റിന്റെ ഒക്കെ സമയം എന്ന് പറയുന്നത് ആ ഒരു കാലയളവ് 4 to 6 months. നെക്സ്റ്റ് പറയുന്നത് JCI സർവേ ടീം ലീഡർ കോൺടാക്ട് യുവർ ഓർഗനൈസേഷൻ ടു ഡിറ്റർമിൻ ദ സർവേ അജണ്ട 2 months ബിഫോർ സർവേ. എന്താണ് നമുക്ക് JCIയുടെ സർവേ ടീമിലെ ലീഡർ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് നമ്മുടെ സർവേയിലെ അജണ്ട പറയില്ലേ?
അതിനു വേണ്ടിയിട്ട് എത്ര സമയമാണ് നമ്മുടെ JCAയുടെ സർവേ ആരംഭിക്കുന്നതിന് 2 മാസം മുമ്പാണ് ആ ഒരു അജണ്ട JCA സർവേ ലീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയണ്ടേ. ഇപ്പൊ നമ്മൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അജണ്ട തയ്യാറാക്കും അല്ലെ, ഓരോ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഉണ്ടോ? അപ്പൊ നമ്മുടെ അജണ്ട എന്നാണ്, നമ്മുടെ ആ ഒരു സർവേ ഇന്ന ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ സർവേ തുടങ്ങേണ്ട ദിവസം എന്നാണ്, അങ്ങനെയുള്ള ആ ഒരു അജണ്ട JCA ലീഡറെ വിളിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷന് കോണ്ടാക്ട് ചെയ്ത് വിവരം അറിയിക്കുന്നത്. സർവേയുടെ ഡേറ്റ് കിട്ടിയില്ലേ, ആ ഡേറ്റ് കിട്ടിയതിനും 2 മാസം മുമ്പായിരിക്കണം ആ ഒരു വിളിച്ച് നമ്മുടെ അജണ്ട JCA ലീഡറിനോട്, സർവേ ലീഡറിനോട് പറയേണ്ടത്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും JCA അക്രഡിറ്റേഷൻ പ്രോസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചെയ്യേണ്ട അജണ്ട ഉണ്ടാവുമല്ലോ, പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് JCA ടീം ലീഡറോട്, സർവേ ടീം ലീഡറോട് ആ ഒരു കാര്യം അജണ്ട വിളിച്ച് പറയേണ്ട ആ ഒരു ദിവസം, ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് JCA സർവേ നടത്താൻ ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടില്ലേ സർവേ ടീം JCA. അപ്പൊ ആ ഒരു ഡേറ്റിന് 2 മാസം മുമ്പ് വിളിച്ചിട്ട് വേണം നമ്മുടെ അജണ്ടയുടെ വിവരങ്ങള് സർവേ ടീം ലീഡറെ വിളിച്ച് പറയുന്നതിന്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് JCI അക്രഡിറ്റേഷൻ സർവേ ടേക്ക് പ്ലേസ്. എന്താണ്, നമുക്ക് ആ സർവേ തന്ന ഡേറ്റിന് എന്നാണ് നമുക്ക് ഷെഡ്യൂൾ തന്ന ആ ഒരു ഡേറ്റ്, അന്ന് തന്നെ ആയിരിക്കും നമ്മുടെ JCI അക്രഡിറ്റേഷൻ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിസീവ് അക്രഡിറ്റേഷൻ ഡിസിഷൻ ആൻഡ് ഒഫീഷ്യൽ സർവേ ഫൈൻഡിങ്സ് റിപ്പോർട്ട് വിത്തിൻ 2 months ആഫ്റ്റർ സർവേ അല്ലെ. നമ്മുടെ സർവേ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ എന്താണ് ആ ഒരു അക്രഡിറ്റേഷൻ ഡിസിഷൻ അല്ലെ, ആ ഒരു സർവേ ടീമിന്റെ തീരുമാനം എന്താണ്, ആ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടുപിടുത്തങ്ങൾ ഫൈൻഡിങ്സ് എന്താണ് എന്ന് ആ ഒരു ഓർഗനൈസേഷനെ വിളിച്ചു പറയുന്നത് ആ ഒരു സർവേ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ അവരെ വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡഡ്, അപ്പൊ അവരുടെ ഡിസിഷൻ എന്താണ്, അക്രഡിറ്റേഷൻ കൊടുക്കാം അല്ലെ. അവിടെ എല്ലാ സ്റ്റാൻഡേർഡ്സുകളും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, പേഷ്യന്റിന്റെ സേഫ്റ്റിയും സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും നൽകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അക്രഡിറ്റേഷൻ നൽകാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് അവര് ആ ഒരു തീരുമാനം അവര് നെഗറ്റീവ് ആണെങ്കിൽ, അവർ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും സബ്മിഷൻ കൊടുക്കണം അല്ലെ. വേണോ? റീസർവേ നടത്തണ്ടേ? നടത്തണം അല്ലെ. അപ്പൊ എന്താണ്, സബ്മിറ്റ് റിവൈസ്ഡ് ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ ട്രൈനിയൽ JCI അക്രഡിറ്റേഷൻ റീസർവേ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു അപ്ലിക്കേഷൻ രണ്ടാമത് നമ്മൾ റിസർവ് ഒരു കാലയളവ് അല്ലെ, ഒരു ടൈം നമ്മൾ വീണ്ടും അവർക്ക് സബ്മിറ്റ് കൊടുക്കാണ്, വീണ്ടും അവിടെ റിസർവേ നടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് JCIയുടെ ആ ഒരു ഡേറ്റ് എത്ര മാസമാണ്, 6 to 9 months ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഒരു JCIയുടെ അപ്ലിക്കേഷൻ കൊടുത്ത് സർവേക്ക് ഡേറ്റ് കിട്ടാനായിട്ട് 6 to 9 months ആദ്യം തന്നെ പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്, നമ്മ വീണ്ടും റീസർവേ നടത്താനായിട്ട് ഡേറ്റ് അപ്ലിക്കേഷൻ ഷെഡ്യൂൾ കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഡ്യൂ ഡേറ്റ് വീണ്ടും ആ ഒരു കാലയളവ് കിട്ടുന്നത് 6 to 9 months, 6 മുതൽ 9 മാസം കഴിയുമ്പോഴായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡഡ്, അതായത് നമ്മുടെ രണ്ടാമത്തെ റീസർവേ നടത്തി നമുക്ക് എന്താണ് അക്രഡിറ്റേഷൻ ലഭിച്ചു. JCM inform about the deficiency to the made up and requirements to resurvey after made up the deficiencies on date schedule. അതായത് രണ്ടാമത്തെ റീസർവേ നടത്തിയിട്ട് നമുക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട് എന്നാണ് വീണ്ടും കണ്ടെത്തുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെ, ആ ഒരു പോരായ്മകൾ നികത്തുകയും ഓൺ ഡേറ്റ് ഷെഡ്യൂൾ അല്ലെ, നമ്മൾ വീണ്ടും ആ ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത് വരെ ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കണ്ടേ, വേണ്ടേ?
ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്തോണ്ടിരിക്കണം അല്ലെ. നമ്മുടെ പോരായ്മകൾ നികത്തി നമ്മുടെ ഗ്യാപ്പുകൾ നികത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് വരെ ആ ഒരു പ്രവർത്തനം കണ്ടക്ട് ചെയ്യണം അല്ലെ. ഓക്കെ ആണോ? ജെസ്സിയുടെ ആ സ്റ്റാൻഡേർഡ് മാനുവലുമായിട്ട് അല്ലെ, ജെസ്സിയുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവർ ആ ഗൈഡ് ലൈനുമായി ബന്ധപ്പെടുത്തി ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആകെ 12 മുതൽ 24 മാസം വരെയാണ് ആകെ ഒരു ജെസ്സിയെ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ടുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നതാണ് കേട്ടോ. 12 മുതൽ 24 മാസം അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. ജസ്റ്റ് 6 to 9 months, 4 to 6 months എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ഒരു ഹോസ്പിറ്റലില് ഒന്നുകൂടി നോക്കി മക്കളെ, ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ പ്രോസസ് പൂർത്തിയാകാനുള്ള ഒരു കാലയളവാണ് 12 മുതൽ 24 മാസം വരെ, അതായത് 2 വർഷം വരെ എന്ന് പറയുന്നത്. അതൊരു ഹോസ്പിറ്റലിലെ കോംപ്ലക്സിറ്റിനെ അനുസരിച്ചും അവിടുത്തെ സ്പെഷ്യാലിറ്റിനെ അടിസ്ഥാനമാക്കിയും ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അടിസ്ഥാനമാക്കിയുമാണ് ആ ഒരു കാലയളവിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ ആണോ? ഒരു ഹോസ്പിറ്റലില് JCI അക്രഡിറ്റേഷൻ പൂർത്തിയാക്കാനുള്ള ആകെ കാലയളവാണ് 12 മുതൽ 24 മാസം എന്ന് പറയുന്നത്. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അത് പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണം ആണ് കേട്ടോ. എന്താണ്, ആ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു JCIയുടെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് 6 മുതൽ 9 മാസം വരെ. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ആ ഒരു 12 മുതൽ 24 മാസം വരെ അവർ ഡിവൈഡ് ചെയ്തേക്കണാണ് കേട്ടോ. എന്താണ്, ഒരു ഡേറ്റ് നമ്മ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ഡേറ്റ് കിട്ടാൻ ഒരു കാലയളവ് ഉണ്ടാവില്ലേ? നമ്മ എന്തെങ്കിലും കാര്യത്തിന് ഷെഡ്യൂൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഡേറ്റ് കിട്ടാറില്ലേ? ആ ഒരു ഡേറ്റ് കിട്ടാനുള്ള ആ ഒരു ടൈമാണ് 6 to 9 months. എന്നിട്ട് നെക്സ്റ്റ് പറയുന്നത് റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCI സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെ. എന്താണ്, JCIയുടെ ആ ഒരു സർവേ കോൺട്രാക്ട് അവർക്ക് ലഭിച്ച് ആ ഒരു JCI കംപ്ലീറ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ട്രാവൽ കംപ്ലീറ്റ് ചെയ്യാനും അവർക്ക് അതിലൂടെ സഞ്ചരിക്കാനായിട്ട് 4 to 6 months, 4 മുതൽ 6 മാസം വരെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ JCIയുടെ ആ ഒരു സർവേ ടീമിന്റെ ലീഡറുമായിട്ട് നമ്മുടെ അജണ്ട, ആ ഒരു ഓർഗനൈസേഷന്റെ അജണ്ട പറയുന്നതിനുള്ള ആ ഒരു സമയം എന്താണ്, നമ്മുടെ JCIയുടെ ഡേറ്റ് കിട്ടി, സർവേയുടെ ഡേറ്റ് കിട്ടി, അതിന് 2 മാസം മുമ്പാണ് നമ്മുടെ അജണ്ട വിളിച്ച് അവരോട് പറയേണ്ടത്. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ JCI ആ ഒരു 2 മാസം മുമ്പ് നമ്മ വിളിച്ച് നമ്മുടെ അജണ്ട പറഞ്ഞു. ആ 2 മാസം കഴിയുമ്പോൾ അവര് വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും അല്ലെ, ഇവാലുവേറ്റ് ചെയ്യുമല്ലോ. ആ ഒരു സർവേ ഡേറ്റിന് വന്ന് അവര് സർവേ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെയാണോ? അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, ആ സർവേ നടത്തിയതിനു ശേഷം അവര് ലാസ്റ്റ് സർവേ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴേക്ക് അവരുടെ ഡിസിഷൻ വിളിച്ച് പറയാണ് അല്ലെ. എന്താണ്, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാ പ്രവർത്തനങ്ങളും ഓക്കെയാണോ, എല്ലാ സ്റ്റാൻഡേർഡുകളും പാലിച്ചിട്ടുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ അല്ലെ. അത് അവരെന്താണ് 2 മാസം നമ്മുടെ JCIയുടെ സർവേ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മളെ വിളിച്ച് വിവരം പറയുന്നു. അതൊക്കെയാണോ? അതിനുശേഷം അവരെന്താണ്, അവരുടെ ഡിസിഷൻ പറയാണ്. ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡഡ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലെ. അതർവൈസ് എന്താണ്, അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഡേറ്റ് കൊടുക്കണം അല്ലെ. വീണ്ടും റീസർവേക്കുള്ള ഡേറ്റ് കൊടുത്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് റീസർവേക്കുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യണ്ടേ, അതാണ് 6 to 9 months. അതിനുശേഷം എന്താണ്, നമ്മ മുകളിൽ പറഞ്ഞ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമല്ലോ.
അവര് വന്ന് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും, നമ്മുടെ അജണ്ട വിളിച്ച് പറയണം അല്ലേ. അതിനുശേഷം എന്താണ്, ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡ്, രണ്ടാമത് റീസർവേ നടത്തിയതിനു ശേഷം എന്താണ്, നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഗ്യാപ്പുകളൊക്കെ നികത്തിയതിനു ശേഷമല്ലേ നമ്മൾ വീണ്ടും റീസർവേ നടത്തുള്ളൂ ഒരു ഹോസ്പിറ്റലുകാര്, ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്, ഇഫ് അക്രഡിറ്റേഷൻ ഈസ് അവാർഡ്, രണ്ടാമത് അക്രഡിറ്റേഷന്റെ ആ ഒരു സർവേ പൂർത്തിയാക്കിയ സമയത്ത് അവിടെ എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കും. അതർവൈസ് വീണ്ടും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, വീണ്ടും ആ ഒരു ജെസിയെ ഇൻഫോം ചെയ്യാണ് അല്ലെ, അവിടെ വീണ്ടും പോരായ്മകളുണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെ, അതിനാവശ്യം പിന്നെന്താണ്, വീണ്ടും അവര് റീസർവേ നടത്തേണ്ടതായിട്ട് വരുന്നു. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അക്രഡിറ്റേഷൻ ടൈം. അപ്പൊ മിസ് പറഞ്ഞു അല്ലെ, നമ്മുടെ 12 മുതൽ 24 മാസം വരെയാണ് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോസസ്സിനുള്ള സമയം. അതാണ് നമ്മൾ 6 to 9 months, 4 months എന്ന് പറഞ്ഞിട്ടൊക്കെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെ, ആണോ? അല്ലെ, ഷെഡ്യൂൾ ചെയ്യാൻ അവര് ആ പ്രോസസ്സ് നടത്താനായിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, the process of achieving JCI accreditation takes between 12 to 24 months for a hospital. ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ പ്രോസസ്സ്, ആ ഒരു അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങള് പ്രക്രിയകൾ നടത്തുന്നത് 12 മുതൽ 24 മാസം വരെയാണ്. അതായത് 1 വർഷം മുതൽ 2 വർഷമുള്ള ആ ഒരു അത്രയും ഉള്ള ഒരു കാലയളവ് വേണം അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാനായിട്ട്. ഓക്കെ ആണോ? ഒരു ഹോസ്പിറ്റലില് ജെസിഐയുടെ അംഗീകാരം ലഭിക്കാനുള്ള ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലില് 12 മുതൽ 24 മാസം വരെയുള്ള ഒരു കാലയളവ് ആവശ്യമാണ്. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അക്രഡിറ്റേഷൻ കോസ്റ്റ് ട്ടോ, എത്ര രൂപ ആവും എന്നുള്ളത്. ദ ആവറേജ് JCI accreditation fees for a full hospital survey for 2010 was $46,000 USD. എന്ന് വെച്ചാല് 2010 ഹോസ്പിറ്റൽ സർവേയുടെ ശരാശരി JCI അക്രഡിറ്റേഷൻ ഫീസ് എന്ന് പറയുന്നത് $46,000 ആയിരുന്നു. എന്ന് വെച്ചാല് ഒരുപാട്, നമ്മുടെ $1 എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ $1 ഇന്ത്യൻ റുപ്പീസ് എത്രയാണ്, 86.89 അല്ലെ, ഏകദേശം ഒരു 87 രൂപ വരെയും വരും. അപ്പൊ ഇത്രയും രൂപ എന്ന് പറയുന്നത് എത്ര ഡോളറാണ്, ഒരുപാട് പൈസ അല്ലേ, ആണോ? ഒരുപാട് പൈസ ആവും അല്ലെ. അപ്പൊ $46,000 ആണ്, US ഡോളർ ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളർ കേട്ടോ. $46,000 ആണ് 2010 സർവേ ടീം പ്രകാരം നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ചെലവ് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? The cost of accreditation depends. Next നോക്കിക്കോട്ടാ. The cost of accreditation depends on the size of the healthcare organization and the complexity of the organization, which determine how many surveyors are needed and how long the survey will take to carry out. നമ്മുടെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന്, ഒരു അക്രഡിറ്റേഷന്റെ കോസ്റ്റ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത്, ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി, സങ്കീർണതയുടെ അടിസ്ഥാനത്തിൽ. എന്ന് വെച്ചാൽ എന്താണ്, size of the healthcare organization and complexity of the size, വലിപ്പം അല്ലേ. പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, ഫെസിലിറ്റി അല്ലെ, ആ ഫെസിലിറ്റീസ് അല്ലെ, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരിതൊക്കെ വിലയിരുത്തണ്ടേ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം വിലയിരുത്തി അവർക്ക് അക്രഡിറ്റേഷൻ പ്രോസസ് പൂർത്തിയാക്കാൻ പറ്റുമോ? പൂർത്തിയാക്കാൻ ഇല്ല അല്ലെ.
അപ്പൊ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റി അല്ലെ, സങ്കീർണത, അതായത് അവിടെ എത്രത്തോളം ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം സ്പെഷ്യാലിറ്റി കെയേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലുമാണ് ആ ഒരു അക്രഡിറ്റേഷന്റെ ഫീസ് കോസ്റ്റ് വരുന്നത്. കൂടാതെ എന്താണ് നമ്മൾ ആ ഒരു കോംപ്ലക്സിറ്റിയുടെയും ആ ഒരു സീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ, എത്ര സർവേയേഴ്സ് വേണം, എത്ര നാളെ ഒരു സർവേ നീണ്ടു നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ്, ഒരു ഐ കെയർ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് നാളെ നിലനിൽക്കോ സർവേ? നിൽക്കോ? ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അത്രയും താമസം വേണോ? വേണ്ട. അതേപോലെ അത്രയും സർവേയേഴ്സ് വേണോ? ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സർവേ നടത്തുന്ന അത്രയും സർവേയേഴ്സ് വേണോ? വേണ്ട അല്ലെ, കുറച്ച് മതി അല്ലെ. അപ്പൊ ആ ഒരു ഫെസിലിറ്റീസിന്റെ കോംപ്ലക്സിറ്റിന്റെ അവിടുത്തെ സീസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്ര സർവേയേഴ്സ് വേണം, എത്ര നാള് നീണ്ട് ആ ഒരു സർവേ നീണ്ടു നിൽക്കും എന്നതൊക്കെ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു അക്രഡിറ്റേഷന്റെ ചിലവ് വരുന്നത്. ഓക്കെ ആണോ? മിസ് നെക്സ്റ്റ് ആ ഒരു ബോക്സ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ 12 മുതൽ 24 മാസം വരെയാണ് ആ ഒരു അക്രഡിറ്റേഷന്റെ താമസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആ ഒരു ഹോസ്പിറ്റലിലെ കോംപ്ലക്സിറ്റിയുടെ അവിടുത്തെ സൈസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ താമസം നീണ്ടു പോവാ അല്ലെ. ചെറിയ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ പെട്ടെന്ന് കഴിയും അല്ലെ, പെട്ടെന്ന് തീർക്കാം നമുക്ക് അക്രഡിറ്റേഷൻ. മൾട്ടി സ്പെഷ്യാലിറ്റി ആണെങ്കിൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തണ്ടേ, അപ്പൊ ആ ഒരു കാലതാമസം വ്യത്യാസം വരുന്നു കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലാർജ് multi-speciality university hospital will have a higher fees than speciality hospitals അല്ലെ. എന്താണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അല്ലെ, ഒരു ഐ കെയർ മാത്രം തരുന്നുള്ളൂ, ഐ കെയർ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓങ്കോളജി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാത്രമാണെങ്കിൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ലാർജ് ഹോസ്പിറ്റല്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിനൊക്കെ എങ്ങനെയായിരിക്കും അക്രഡിറ്റേഷൻ ഫീസ്? കൂടുതലായിരിക്കോ? സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അല്ലെ. എന്താണ് കോസ്റ്റ് കൂടുതലേ. സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ലാർജ് ഹോസ്പിറ്റലിന്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന് അവരുടെ ഫീസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് the organization also pays the cost of transportation and hotel accommodation for the JCI team which is not included in the overall cost അല്ലെ. കൂടാതെ നമുക്ക് പറയുന്നത് നോക്കിയേ, നമ്മുടെ ഈ JCAയുടെ സർവേയേഴ്സ് ഇല്ലേ, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോസസ് പൂർത്തിയാക്കാൻ വരുന്ന സർവേ ടീംസ് ഇല്ലേ, ആ ടീംസിന്റെ ഹോട്ടൽ അക്കോമഡേഷൻസും ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻസും എന്താണ് നമ്മുടെ ഈ ഓവറോൾ കോസ്റ്റ് വരുന്നില്ലേ, ഫീസ് സ്ട്രക്ചർ കൂടാതെ നമ്മൾ ഈ എക്സ്ട്രാ എന്താണ് അവരുടെ ട്രാവൽ കോസ്റ്റും ഹോട്ടൽ അക്കോമഡേഷൻ ഫീസ് കൂടി അടയ്ക്കേണ്ടി വരുന്നു. നമ്മ പറഞ്ഞു ഏകദേശം $46,000 കോസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത് കൂടാതെ നമ്മ എന്താണ് നമ്മുടെ JCI സർവേ ടീംസിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഹോട്ടൽ അക്കോമഡേഷന്റെ ഫീസും നമ്മ എക്സ്ട്രാ കോസ്റ്റും നമ്മ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ ആണോ? ടേബിൾ ഓക്കെയാണോ മക്കളെ? നമ്മുടെ ആദ്യം പറയുന്നത് 12 മുതൽ 24 മാസം വരെ ഒരു ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ടൈം വരുന്ന കാലയളവ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾക്ക് JCAയുടെ അപ്ലിക്കേഷൻ കൊടുത്ത് ആ ഒരു ഷെഡ്യൂൾ ഡേറ്റിന് വേണ്ടി വരുന്ന കാലയളവ് എന്ന് പറയുന്നത് 6 മുതൽ 9 മാസം വരെ.
നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടി, നമുക്ക് ആ ഒരു നമ്മുടെ JCA ആ ഒരു JCA പറയുന്ന ഇൻസ്ട്രക്ഷൻസും അവരുടെ സ്റ്റാൻഡേർഡുകളും പ്രാവർത്തികമാക്കാൻ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് 4 മുതൽ 6 മാസം വരെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമുക്ക് JCA നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമുക്കുള്ള അവർ ചെയ്യേണ്ട ഒരു അജണ്ട ഉണ്ടാവും അല്ലെ, പ്രവർത്തനങ്ങള്. ആ ഒരു അജണ്ട ഹോസ്പിറ്റലുകാര് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സർവേ ലീഡറിനെ വിളിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ JCA സർവേക്ക് നമുക്കൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ. ആ ഒരു ഡേറ്റിന് 2 മാസം മുമ്പ് വിളിച്ചിട്ട് വേണം നമ്മ ആ ഒരു അജണ്ട അവരെ വിളിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്. ടൈം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ടേബിൾ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഫസ്റ്റത്തെ JCA ആ ഒരു 12 to 24 മന്ത്സിലെ നെക്സ്റ്റ് മിസ് പറഞ്ഞത് അക്രഡിറ്റേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ടേബിൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അതിന് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ആ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു ഡേറ്റ് തന്ന സമയത്ത് തന്നെ അവർ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. അവർ അക്രഡിറ്റേഷൻ പ്രോസസ്സ് നടത്തി അവര് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിൽ JCA പറയുന്ന സ്റ്റാൻഡേർഡുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് JCA സർവേ അവസാനിപ്പിച്ചതിന് ശേഷം 2 മാസം കഴിയുമ്പോഴേക്ക് ആ ഒരു JCA സർവേ കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും എന്താണ്, അവരുടെ ഡിസിഷൻ വിളിച്ചു പറയുന്നു അല്ലെ. ഹോസ്പിറ്റലുകാർക്ക് JCA അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ആ ഡിസിഷൻ അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റലുകാരെ ഇൻഫോം ചെയ്യുന്നു. നെക്സ്റ്റ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ് അവിടെ വെച്ച് കഴിഞ്ഞു അല്ലെ. പിന്നെ 3 വർഷം കഴിയുമ്പോൾ അവരെന്താണ് വീണ്ടും അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ട വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അവർക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചില്ലെങ്കിൽ അവർ വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കുകയും 2ാമത് ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. 16 മുതൽ 9 മാസം വരെ കാലയളവ് വേണ്ടി വരുന്നു. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി റീ അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് എടുക്കുന്നത്. അപ്പൊ അത് മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ടേബിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കുക. നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്, ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.